Hello YouTubers, welcome to Man and Machine. Man and Machineലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ റെഡ്മി എന്ന് പറയുന്ന ഒരു ഫേമസ് കമ്പനിയുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറേ നാൾക്ക് മുമ്പ് ഇറങ്ങിയൊരു മോഡലാണ് റെഡ്മിയുടെ നോട്ട് 10 പ്രോ എന്ന് പറയുന്നത്. ബട്ട് ഈ റീസെൻ്റ് ആയിട്ട് അവരൊരു പുതിയ കളർ വേരിയൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഡാർക്ക് നെബുല എന്നാണ് ഈ ഒരു കളർ വേരിയൻറ്റിൻ്റെ പേര്. അപ്പോൾ ഡാർക്ക് നെബുല എന്ന ഈ കളർ വേരിയൻറ്റിൽ ഒരു 6GB 128GB വേരിയൻ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 15,000 റുപ്പീസിനാണ് ആമസോണിൻ്റെ അകത്തുനിന്നും. ബട്ട് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 15,000 അല്ല, എനിക്ക് ഓഫർ പ്രൈസിനാണ് കിട്ടിയത്. പിന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഓഫറും എക്സ്ട്രാ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് 15,000 റുപ്പീസിന് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു 18,000 ആ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ വരും. ഇതിൻ്റെ ഓഫർ ഒന്നും ഇല്ലാതെ ഇതിൻ്റെ ഒരു പ്രൈസ്. പിന്നെ ഇതിൽ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 19,999 റുപ്പീസാണ്. അപ്പോൾ ഇതിനെക്കാട്ടി എന്തായിരുന്നാലും ഓൺലൈനിൽ കൂടാൻ പോകുന്നില്ല. ഇതിപ്പോൾ പ്രിൻ്റഡ് ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ ഈ പ്രൈസിനാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചത്. 15,000 റുപ്പീസിന്. എനിക്ക് തോന്നുന്നു വേർത്താണ്. ഒരു 3 വർഷം യാതൊരു പ്രശ്നവും കൂടാതെ ഈ ഒരു ഫോൺ റൺ ചെയ്യും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് ഇപ്പോൾ ഒരു ഇനീഷ്യൽ യൂസിന് ശേഷം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അൺബോക്സിങ് കാണാം, അതിനുശേഷം നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ ഗൈസ്, നമ്മളോട് അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തുള്ള ആക്സസറീസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിവിടെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെഡ്മിയുടെ ആ ഒരു ഫോണ് ഒന്ന് കയ്യിലെടുത്ത് നോക്കാം. ആക്ച്വലി ഒരു വലിപ്പമുള്ള നല്ല സ്ക്രീൻ സൈസ് ഉള്ള ഒരു ഫോണാണ് നമുക്ക് റെഡ്മി നോട്ട് 10 പ്രോയിൽ കിട്ടുന്നത്. ആദ്യം കാണുമ്പോൾ തന്നെ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സിം ജെറ്റിംഗ് ടൂളും പിന്നെ ഒരു മാനുവലും ഉണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് നേരെ അകത്തേക്ക് പോകുമ്പോൾ ഒരു കേസും കൂടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസ് തന്നെയാണ് റെഡ്മി നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ബോക്സിൻ്റെ അകത്ത് നോക്കാൻ നേരത്ത് ഒരു ചാർജറാണ് വരുന്നത്. അപ്പോൾ ചാർജർ എന്ന് പറയുമ്പോൾ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന അഡാപ്റ്ററാണ് നമുക്കിവിടെ റെഡ്മി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ബാറ്ററി ബാക്കപ്പും ഈ ഒരു ഫോണ് തരുന്നുണ്ട്. ഇതൊരു എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ് നോട്ട് 10 പ്രോയുടെ. ഞാനിപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഒരു 24 അവർ കണ്ടിന്യൂസ് യൂസിലും എനിക്ക് നല്ല രീതിയിൽ ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഫുൾ ചാർജ് 24 അവർ ഒരു അത്യാവശ്യം യൂസിൽ, നല്ല യൂസിൽ, ഹെവി യൂസിൽ തന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സി ടൈപ്പ് ചാർജിങ് പോർട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഫോൺ എടുത്ത് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഞാൻ ഇനിഷ്യൽ സെറ്റപ്പ് ഒന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, അതെല്ലാം ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പോവുകയാണ്. നമുക്ക് ഈ മെയിനായിട്ട് എന്തൊക്കെയാണ് ഈ ഫോണിനെ പറ്റി പറയാനുള്ളത് എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോണിനെ പറ്റി എടുത്ത് പറയേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇതിൻ്റെ ബാറ്ററിയാണ്. ഏകദേശം 5000 mAh ബാറ്ററി ബാക്കപ്പാണ് ഇതിന് വരുന്നത്. പിന്നെ ഒരു 15 to 20 ഇടയിൽ വരുന്ന ഫോണുകളിൽ സൂപ്പർ ആംലോഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ റെഡ്മി നോട്ട് 10. അപ്പോൾ സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേയുടെ ആ ഒരു ക്വാളിറ്റി 120 ഹെർട്സിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ ഫോണിൽ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൽ എടുത്തു പറയേണ്ട മെയിനായിട്ടുള്ള 2 സവിശേഷത എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു റാമും റോമും ആണ് ഇതിൽ വരുന്നത്. 6GB 128GB ആണ് വേരിയൻറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ 8GB വേരിയൻറ്റും വരുന്നുണ്ട്. പ്രൈസ് വ്യത്യാസം വരും. ബട്ട് എനിക്ക് തോന്നുന്നു ഒരു നല്ല ഒരു ഗെയിമിംഗ് പെർഫോമൻസിന് 6GB 128GB ധാരാളമായിരിക്കും. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഭാവിയിൽ ഈ ബാറ്ററി ബാക്കപ്പ് കാണുമെന്ന് എൻ്റെ പ്രതീക്ഷ. നമ്മൾ ഒരു ബേസ് മോഡൽ സെറ്റുകൾ മേടിക്കുമ്പോൾ വരുന്നൊരു പ്രധാന പ്രശ്നമാണ്, നമ്മൾ കുറച്ച് നാൾ, ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ 5000 mAh ബാറ്ററി എന്ന് പറയുന്ന ബാക്കപ്പ് നമുക്ക് കിട്ടില്ല. നെക്സ്റ്റ് നമുക്കിതിൻ്റെ സിം കാർഡ് ട്രേ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ്. പുറത്തേക്ക് എടുക്കുമ്പോൾ ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് SD കാർഡിനും ഒരു സ്ലോട്ട് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റോറേജിന് ഒരു എക്സ്ട്രാ ഓപ്ഷനും കൂടെ ഇവിടെ വരുന്നുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഔട്ട്സൈഡ് ഫീച്ചേഴ്സായ വോളിയം ബ്രോക്കർ ബട്ടൺ, മുകളിലായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്പീക്കറുണ്ട്. ഇയർ പീസിൻ്റെ സ്പീക്കർ അല്ലാതെ മുകളിൽ ഒരു ഡെഡിക്കേറ്റഡ് സ്പീക്കറുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ജാക്ക് കൊടുത്തിട്ടുണ്ട്, ഓഡിയോ ജാക്ക്. IR ബ്ലാസ്റ്ററും അവിടെ തന്നെ വരുന്നുണ്ട്. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പ്ലെയിൻ ആണ്, ബട്ടൺസ് ഒന്നും വരുന്നില്ല. പിന്നെ ഏറ്റവും ബാക്കിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡെഡിക്കേറ്റഡ് സ്പീക്കറുണ്ട്. അതിനോടൊപ്പം തന്നെ മൈക്കും ഒരു USB പോർട്ട്, C ടൈപ്പ് പോർട്ടും അവിടെ വരുന്നുണ്ട്. സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. ഏറ്റവും മുകളിലായിട്ട് IR ബ്ലാസ്റ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ മറ്റ് ഫീച്ചേഴ്സിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളെല്ലാവരും അൺബോക്സിങ് കണ്ടു കാണും. അൺബോക്സിങ്ങിന് ശേഷം ഞാനിത് കുറച്ച് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് എടുത്ത് പറയേണ്ട ഒരു പ്രധാന പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ UI തന്നെയാണ്. ഒരു ഫ്രണ്ട്ലി UI അല്ല, മാത്രമല്ല ഒരുപാട് പരസ്യങ്ങൾ ഈ UI പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
ആക്ച്വലി ഈ ഫോൺ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു വാൾപേപ്പർ കൂടിയുള്ള ഒരു പരസ്യമാണ് എനിക്കിതിനകത്ത് വന്നത്. അതിനുശേഷം നോട്ടിഫിക്കേഷനിൽ ചുമ്മാ പരസ്യം വരുന്നുണ്ട്. നല്ല ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ചീപ്പ് പ്രൈസിന് നമുക്ക് തരുന്നത് കൊണ്ടാവാം അവർ ഈ പരസ്യങ്ങൾ ഇതിലേക്ക് തള്ളിക്കയറ്റുന്നത്. അപ്പോൾ അതെനിക്ക് എന്തോ നല്ല ഒരു കാര്യമായിട്ട് തോന്നിയില്ല. അത് മാത്രമല്ല ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ഒരുപാട് ആപ്സ് ഉണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. അതിൻ്റെയൊക്കെ ശല്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ അസാധ്യ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ ആംലോഡ് എന്ന് പറഞ്ഞ് അവർ ഇറക്കിയത് സൂപ്പർ ആംലോഡ് തന്നെയാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രൈറ്റ്നസ്, ഇപ്പോൾ ഇത് ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് ഇത് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ബ്രൈറ്റ്നസ് ലെവലും വളരെ നല്ല ബ്രൈറ്റ്നസ്സാണ് ഇത് നൽകുന്നത്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെക്ക് വരുന്നത് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ ഈ സ്മൂത്ത്നെസ് നമുക്കിത് നോക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ അതിനുശേഷം പറയുകയാണെങ്കിൽ സൂപ്പർ ആംലോഡിൽ 120 Hz റിഫ്രഷ് റേറ്റ് നമുക്കിത് വരുന്നുണ്ട്. 20:9 റേഷ്യോയിലാണ് എൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ക്രീന് കുറച്ച് വലുതാണ്, കുറച്ച് വൈഡറാണ്. നമുക്ക് മൂവീസ് കാണാനും അതുപോലെ തന്നെ ഗെയിംസ് കളിക്കാനും വളരെ കംഫോർട്ടായിരിക്കും. നമുക്ക് കയ്യിൽ നിന്നൊന്നും പെട്ടെന്ന് പോവില്ല. ഫോൺ കുറച്ച് വലിപ്പമുണ്ട്, ബൾക്കിയാണ്. ഇതിൻ്റെ ഇൻഹാൻഡ് ഫീൽ എന്ന് പറയുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ഒരു ഫോണാണ്. ഇൻഹാൻഡ് ഫീലിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാനൊക്കെ നല്ല സ്മൂത്താണ്. കയ്യിൽ നിന്ന് തെന്നിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഫോൺ. അതുപോലെ തന്നെ ഗെയിംസ് കളിക്കാൻ നേരത്ത് നമുക്ക് വലിയൊരു സ്ക്രീന് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കംഫോർട്ടായിട്ട് ഗെയിമുകൾ കളിക്കാനായിട്ട് ഇതിൽ പറ്റും. അതിനുശേഷം പറയുകയാണെങ്കിൽ വീഡിയോ കാണാനായിട്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാം വരുന്നത് ഈ മുകളിലായിട്ടാണ്. അപ്പോൾ സ്ക്രീൻ സൈസ് നമുക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സ്ക്രീനിൻ്റെ ഒരറ്റത്ത് ചെറിയൊരു ബട്ടൺ ഹോൾ സൈസിലാണ് അവർ അതിൻ്റെ ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് സ്ക്രീനിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. ഈ നെക്സ്റ്റ് ഇത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. അസാധ്യ ബാറ്ററി ബാക്കപ്പ് ഉള്ളൊരു ഫോണാണിത്. ഏകദേശം 5000 mAh ബാറ്ററി ബാക്കപ്പാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. സോ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ ഈ ഫോണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടോപ്പ് തന്നെയാണെന്ന് പറയാം. ഇനി നമുക്കിതിൻ്റെ പ്രൊസസ്സർ സൈഡിലേക്ക് പോകാം. പ്രൊസസ്സർ സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ ഒരു പ്രൊസസ്സറാണ് വരുന്നത്. 732G എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 732G വേരിയൻറ്റിൻ്റെ ഒരു ഗെയിമിംഗ് ടെസ്റ്റാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സറിൻ്റെ ഗെയിമിംഗ് ടെസ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗെയിമിംഗ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യുന്നുണ്ട്. ലോങ് ടൈം യൂസിന് ശേഷം ഗെയിം കളിക്കുമ്പോൾ ചൂടാവുന്നുണ്ടോ, ഓവർ ഹീറ്റഡ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. പ്രോസറിൻ്റെ സൈഡും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൊബൈലാണിത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പോകുന്നത് റാമാണ്. 6GB റാമാണ് ഇതിൽ വരുന്നത്. സോ ഒരു മീഡിയം ലെവൽ റാം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. 128GB റോമാണ് വരുന്നത്. സോ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും ഇതിനകത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ എക്സ്പാൻഡബിൾ ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് സ്പേസും. അതും മറ്റൊരു സവിശേഷതയാണ്. അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമിൻ്റെ ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഫ്രണ്ട് ക്യാമിൽ ഒരു പിക്ക് എടുക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു ക്വാളിറ്റി. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഫ്രണ്ട് ക്യാം തരുന്നുണ്ട്. 16 MB ഒരു ക്യാമറയാണ് ഇതിൽ വരുന്നത്. സിംഗിൾ ക്യാമാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ബട്ടൺ ഹോൾ ടൈപ്പിലാണ് ക്യാം വരുന്നത്. സോ ഒരുവിധം നല്ല ഒരു ക്യാമറ ക്വാളിറ്റി തന്നെയാണ് ഫ്രണ്ട് ക്യാമിന് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ക്യാമിലേക്ക് വരാൻ നേരത്തെ ഒരു പ്രൊജക്ഷൻ ഉണ്ട് ബാക്ക് ക്യാമിൽ. ആ ഈ ഒരു പ്രൊജക്ഷൻ എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഫോൺ നമ്മളെപ്പോഴും ഹാർഡ് യൂസ് ആയിരിക്കും. കുറച്ച് നാളിന് ശേഷം നമ്മുടെ ഫോൺ എപ്പോഴും നിലത്ത് വീഴാൻ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളെപ്പോഴും റഫ് യൂസ് ആയിരിക്കും. ആ ഒരു സമയത്ത് ഈ ഒരു ബമ്പ് നമുക്ക് വല്ലാതെ പണി തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് തട്ടി എന്തെങ്കിലും പറ്റിയ ക്യാമറയ്ക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ മൊഡ്യൂളോടെ നമുക്ക് മാറ്റേണ്ടി വരും. അതിന് നല്ല പൈസയും ആവും. വാറൻറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ക്ലെയിം ചെയ്ത് കിട്ടിയില്ല എന്ന് വരും. സോ ഈ ഒരു ബമ്പ് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് കേസ് ഇട്ട് ഈ ഒരു ബമ്പ് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ക്യാമറയുടെ ബാക്കിയുള്ള ഫീച്ചറിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാം വന്നു കഴിഞ്ഞാൽ ഒരു 108 MB ക്യാമും പിന്നെ ഒരു 8 MB 5 MB ഒരു 2 MB കോമ്പിനേഷനാണ് വരുന്നത്. ഇതിൽ ഡെപ്ത് സെൻസർ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഈ ക്യാമറ യൂസ് ചെയ്ത് നിങ്ങൾക്ക് 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതും ഒരു ഗുഡ് ഫീച്ചറാണ്. അപ്പോൾ 108 MB 8 MB 5 MB ഈ ക്യാമറ നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ ക്വാളിറ്റി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 15,000 റുപ്പീസിന് ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ
ഒരു കംപ്ലീറ്റ് ഫോണാണ്. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറയാം, ഓവറോൾ ഒരു കംപ്ലീറ്റ് ഫോണാണ്. ബട്ട് ഇതിനുള്ളൊരു മെയിൻ പ്രശ്നം ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സിസ്റ്റം UI ആണ്. സിസ്റ്റം UI ദുരന്തമാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു സിസ്റ്റം UI. ഇപ്പോൾ ഞാൻ ഇതിൽ ഡാർക്ക് മോഡ്, പവർ സേവിങ് മോഡായ ഡാർക്ക് മോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ UI എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നോക്കാം. MIUI വെർഷൻ 12.5.8 ആണ്. ലേറ്റസ്റ്റ് വെർഷനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ട് പോലും എനിക്കൊരു ഫോണിൻ്റെ ഈ ഒരു UI എനിക്ക് അത്രത്തോളം ഇമ്പ്രസ് ആയിട്ട് തോന്നിയിട്ടില്ല. വേസ്റ്റാണ്. ഒരു മാസം കൊണ്ട് തന്നെ ഈ ഒരു ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സിസ്റ്റവും UI ഒക്കെ മടുക്കും. സോ ഞാൻ ഈ ഒരു ഫോണിനെ കംപ്ലീറ്റ് ഒന്ന് അഴിച്ചു പണിയാൻ പോവുകയാണ്, സോഫ്റ്റ്വെയർ സൈഡ് മാത്രം. നമുക്ക് ഇതിലേക്ക് പുതിയൊരു UI ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ പറ്റുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കിതിൻ്റെ വാറൻറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനിത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾ ചെയ്യണമെന്നായിട്ട്. ഇത് നല്ല രീതിയിൽ അറിയാവുന്നവർക്ക് മാത്രമേ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് ഇതിനെ കൺവേർട്ട് ചെയ്ത് പിക്സലിൻ്റെ UIയിലേക്ക് മാറ്റാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണാണ് ഈ Note 10 Pro എന്ന് പറയുന്ന ഈ ഒരു വെർഷൻ. ഈ ഒരു ഫോണിന് പല വേരിയൻ്റ് ഉണ്ട്. ബട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന വേരിയൻ്റ് 6GB 128GB വേരിയൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, ഓഫർ ഈ ഒരു വേരിയൻറ്റിന് ആയതുകൊണ്ട് ഏറ്റവും ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇതിന് വരുന്നതുകൊണ്ടും 15,000 ആയതുകൊണ്ടുമാണ് ഞാനിത് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് മറ്റുള്ള വേരിയൻറ്റുകൾ ചൂസ് ചെയ്യാം നിങ്ങളുടെ ആവശ്യാനുസരണം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിനെ ഞാൻ കംപ്ലീറ്റ്ലി മാറ്റാൻ പോവുകയാണ്. അത് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നറിയാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ എൻ്റെ ചാനലിലെ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. എന്നാൽ മാത്രമേ ആ ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ സൈഡിനെ പൊളിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി അറിയാനായിട്ട് നിങ്ങൾ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ മതി. ഞാൻ അതിലെൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ അടുത്ത കുറച്ച് ഫോട്ടോസിന് കൊടുത്തിരിക്കാം. അതല്ലെങ്കിൽ ഞാനൊരു ലിങ്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കാം. നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ ഇതിലെടുത്ത ഫോട്ടോ ഒറിജിനൽ ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഞാൻ എപ്പോഴും ഒരു ഫോൺ എടുത്ത് ഞാൻ ഡിസൈനിൻ്റെ കാര്യത്തിലാണ് ആദ്യം തുടങ്ങുന്നത്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഡിസൈനിൻ്റെ കാര്യം ഞാൻ അവസാനം പറയാൻ വെച്ചു. കാരണം ഒരു പുതിയ കളറായ ഡാർക്ക് നെബുല എന്ന് പറയുന്ന ഈ ഒരു വേരിയൻ്റ്, ഒരു കളറ്, ഈ ഒരു പുതിയ കളറ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് ഒരു ബ്ലാക്ക് ഷെയ്ഡോട് കൂടി, ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിക്കുമ്പോൾ കാണുന്നത് കണക്കല്ല, ഞാൻ ഒറിജിനലി കണ്ണുകൊണ്ട് നോക്കുമ്പോൾ വേറൊരു കളറാകും. ഷെയ്ഡ് മാറുന്നതനുസരിച്ച്, ലൈറ്റ് ഷെയ്ഡ് മാറുന്നതനുസരിച്ച് എൻ്റെ കളറ് മാറും. ചില സമയങ്ങളിൽ ഇത് കംപ്ലീറ്റ്ലി ബ്ലാക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ബോർഡർ മാത്രം ബ്ലാക്കും നടുക്കായിട്ട് നീലയും ബ്ലൂവും കളറായിട്ട് തോന്നാറുണ്ട്. അപ്പം ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളേഴ്സാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. സോ ഒരു മോഡലിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എടുത്ത് പറയേണ്ട പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നമുക്ക് അഴിച്ച് പണിതേ പറ്റും. അപ്പോൾ ഇത് അഴിച്ച് പണിയുന്നൊരു വീഡിയോ ഉറപ്പായിട്ട് എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അതപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡ് ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നത് പിക്സലാണ്. പിക്സലിൻ്റെ സോഫ്റ്റ്വെയർ ആണ് ഇതിലേക്ക് കൊണ്ടുവരാൻ, UI ആണ് ഇതിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഫോണിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഔട്ട്.